നമസ്കാരം. മീഡിയ വണ്ണിലെ ചർച്ചകൾ സംസാരിച്ചിട്ടാണ്. എൻ്റെ സുഹൃത്തുക്കളായ പത്രപ്രവർത്തകർ മീഡിയ വണ്ണിലുണ്ടായിരുന്നു. അവരാണ് ആദ്യമായിട്ട് എന്നെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ മീഡിയ വണ്ണിലെ ചർച്ചകളുണ്ടായിരുന്നു. പിന്നെ ഞാനും ഈ കൂട്ടത്തിലുള്ള ആളായിരുന്നു. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളായിരുന്നില്ല. നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ കീഴിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് എല്ലാ മുസ്ലിമുകളും എനിക്ക് ഒരുപോലെ ആയിരുന്നു. വളരെ ശേഷമാണ് എനിക്കത് മനസ്സിലാക്കി തുടങ്ങി. ഇപ്പോൾ റിസാലക്കാർ ചർച്ചയ്ക്ക് എപ്പോൾ വിളിച്ചാലും ഞാൻ പോകും, മീഡിയ വിളിച്ചാൽ ഞാൻ പോകാറില്ല. കാരണം എനിക്കിത് ഏകദേശം ഒരു ധാരണയായി. ഈ ധാരണ ഉണ്ടാകണമെന്ന്, ഞാനൊരു പത്രപ്രവർത്തനായിട്ട് കൂടി എനിക്ക് ഇത്ര സമയമെടുത്തെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എത്ര സമയമെടുക്കുമെന്ന് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ നിങ്ങൾ ഈ സമൂഹത്തിൽ മാത്രമാക്കി ചുരുക്കാതെ നിങ്ങളുടെ നേതാക്കന്മാർ, സമുദായ നേതാക്കന്മാർ ഉറച്ച് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ മീഡിയ വിളിച്ചാൽ ഞാൻ പോകാറില്ല. കാരണം ഇത് KJ ജേക്കബ് എന്ന മാധ്യമപ്രവർത്തകനാണ്. അത്യാവശ്യം അറിയപ്പെടുന്നൊരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം നേരത്തെ സ്ഥിരമായിട്ട് മീഡിയ വൺ ചാനലിലൊക്കെ ചർച്ചയ്ക്ക് പോകുമായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും സംഘപരിവാറിനെതിരെയൊക്കെ നിരന്തരം ഘോരം പോരടിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണെന്ന തരത്തിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഇതാ അദ്ദേഹം മറ്റൊരു വേദിയിൽ അദ്ദേഹത്തിന് വളരെ വൈകി ഒരു തിരിച്ചറിവുണ്ടായിരിക്കുന്ന കാര്യം തുറന്നു മറങ്ങുകയാണ്. എന്തായാലും ആ തുറന്നു പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകർ എന്തോ മാങ്ങാ തൊലിയാണ്, തേങ്ങാ കൊലയാണ് എന്ന തരത്തിൽ അദ്ദേഹം സ്ഥാപിക്കാനും കൂടെ ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ തന്നെ പറയുന്നു, ഞാനൊരു മാധ്യമപ്രവർത്തകനായിട്ട് കൂടി എനിക്കത് മനസ്സിലാവാൻ വളരെയേറെ താമസിച്ചു. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയത്. ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ അവർക്ക് എക്സ്ട്രാ കൊമ്പും പാലും ഒന്നുമില്ല, അല്ലെങ്കിൽ കൂടുതൽ സാധാരണ ആളുകളെക്കാൾ കൂടുതൽ ബുദ്ധിയൊന്നുമില്ല. നിങ്ങൾ പൊതുവേ അവരെക്കാൾ കുറച്ചുകൂടെ മണ്ടന്മാരാണ് എന്ന് ഇപ്പോൾ നിങ്ങളുടെ ഉദാഹരണം തന്നെ തെളിവായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതായത് നിങ്ങൾ ഈ സംഖ്യയെന്നും ക്രിസംഖ്യയെന്നൊക്കെ വിളിക്കുന്നവർക്കൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ സത്യം, അതായത് വളരെ വൈകി പറഞ്ഞ സത്യം വളരെ നേരത്തെ തന്നെ അവർക്ക് മനസ്സിലായതാണ്. അതായത് ഈ മീഡിയ വൺ എന്താണെന്നും ജമാഅത്തെ ഇസ്ലാമി എന്താണെന്നും അവരുടെ അജണ്ട എന്താണെന്നും സംഘിക്കും ക്രിസംഖിക്കുമൊക്കെ നേരത്തെ തന്നെ മനസ്സിലായത്. അപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അവരാണ് വർഗീയവാദികൾ, ഇവരിതാ പാവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാ ഏറ്റവും ഒടുവിലായിട്ട് നിങ്ങൾക്ക് വെളിവ് വന്നപ്പോൾ നിങ്ങൾ പറയുന്നു, ഞാനൊരു മാധ്യമപ്രവർത്തനായിട്ടും എനിക്കിത് അറിയാൻ താമസിച്ചു, അപ്പോൾ സാധാരണ ആളുകളെ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന തരത്തിൽ. അത് നേരെ തിരിച്ചാണ് പറയേണ്ടത്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള വിവേചനം ഇല്ലായിരുന്നു, വിവേചന ബുദ്ധി ഇല്ലായിരുന്നു, ബുദ്ധി ആലോചിക്കാനുള്ള ബുദ്ധി ഇല്ലായിരുന്നു. അത് ഉണ്ടായപ്പോഴേക്കും താമസിച്ചു പോയി. ഇപ്പോൾ കുറ്റസമ്മതം പോലെ പറയുന്നു, ഞാൻ ഇപ്പോൾ മീഡിയ വൺ വിളിച്ചാൽ പോവാറില്ല എന്ന് പറയുന്നു. എന്തായാലും വളരെ വൈകിയാണെങ്കിലും നിങ്ങൾക്ക് ആ വെളിവ് വീണല്ലോ. ഇത്ര കാലവും നിങ്ങൾ എന്ത് മനസ്സിൽ ധരിച്ചിട്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ചർച്ചയ്ക്കിരിക്കുകയും നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും ഒക്കെ ഇങ്ങനെ നിരന്തരം ഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്നത് എന്നുകൂടി ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ എത്രമാത്രം നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആലോചിക്കുക. നിങ്ങൾ മാധ്യമപ്രവർത്തനമാണ് എന്നാണല്ലോ നിങ്ങൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെന്തോ പ്രത്യേക കഴിവുണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ ഇപ്പോഴും ധരിച്ചു വശായി വെച്ചിരിക്കുന്നത്. പക്ഷേ സാധാരണ ജനങ്ങളായിട്ടുള്ള സംഖ്യകളും ക്രിസംഖ്യകളും ഈ ജമാഅത്തെ ഇസ്ലാമിനെയൊക്കെ എന്നേ മനസ്സിലാക്കിയതാണ്. എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഒരനുഭവം വരേണ്ടി വന്ന് കാണും. അതുവരെ നിങ്ങളിങ്ങനെ മണ്ടം കളിച്ച് ഞാനെന്തോ വലിയ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നു. ഇപ്പോൾ ഇതാ ഉളുപ്പില്ലാതെ വന്നിട്ട് കുമ്പസാരം നടത്തുന്നത്. ഇള്ളോളം താമസിച്ചെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ? സന്തോഷം, പെരുത്ത സന്തോഷം.